എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉപ്പും മുളകിലെ ലച്ചുവിൻ്റെ അമ്മായിയമ്മയായ വീണ നായരാണ്. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഓണക്കൂട്ടിലേക്ക് എത്തിയതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ ഡയറക്റ്റ് സാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കൂടെ അല്ലേ, അത് മിസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടത് നിങ്ങൾ നല്ല ഒന്നാന്തര ഫുഡിയാണ്, ഭക്ഷണം ഉണ്ടാക്കും, ചിരിപ്പിക്കും, കളി പറയും, അഭിനയിക്കും, എല്ലാം കൂടെ തികഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്കും ഒരു എക്സ്ട്രാ എനർജിയാണ്. അത് അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് അറിയാം. ചില റെസിപ്പികളെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഉപ്പും മുളക് ഇപ്പൊ ഭയങ്കര ട്രെൻഡ്. ലച്ചുവിന്റെ അമ്മായിയമ്മ, ലച്ചുവിന്റെ അമ്മായിയമ്മ, സിദ്ധുവിന്റെ അമ്മ. അപ്പൊ അതങ്ങ് രസമായിട്ട് അങ്ങ് പോവുകയാണ്. അതിനകത്ത് കയറി തകർത്തു എന്ന് പറയാം. അങ്ങനെയാണോ? അങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഓക്കെ, സോ ഓണമാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആദ്യം അത് പറഞ്ഞ് നമുക്ക് പ്രേക്ഷകരോട് ആ ഓണവിശേഷങ്ങളോടെ തുടങ്ങി ഒരു പാചകം നമ്മൾ ചെയ്യുന്നു. വേറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എല്ലാം അത് വഴിയെ കാണാം. എന്തൊക്കെയോ ഉണ്ടെന്ന് എന്നോടും പറഞ്ഞു. അതെ, എന്തൊക്കെയാണെന്ന് കാണാം അല്ലേ? ഓണവിശേഷങ്ങൾ പറയൂ. ഓണം ഈ വട്ടം ഞാനിവിടെ നാട് എന്റെ കോട്ടയാണ്. അതെ. അപ്പോ എറണാകുളത്താണ് ഞാനിപ്പോ താമസിക്കുന്നത്. അതെ. അപ്പൊ എന്റെ ഈ വട്ടത്തെ ഓണത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ചിറ്റയും എല്ലാവരും വന്ന് ഈ വട്ടം എന്റെ വീട്ടിലാണ്. ഇവിടെ എറണാകുളത്താണ് ഓണം. ഒരു 10-18 പേര് ഫാമിലിയിലെ എല്ലാവരും ഉണ്ട്. അതെ അതെ അതെ. നോർമലി നമ്മുടെ സദ്യയുടെ എല്ലാ കൂട്ടും ഉണ്ട്. പിന്നെ അവിയല്, സാമ്പാർ, തോരൻ, കിച്ചടി, പച്ചടി. സ്പെഷ്യൽ എന്തായിരിക്കും? കോട്ടയം സ്പെഷ്യൽ എപ്പോഴും എൻ്റെ അമ്മയുടെ സിസ്റ്ററും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് അമ്മയും ചിറ്റയും എല്ലാവരും ഉണ്ടാക്കുന്ന സാമ്പാറും അവിയലും ഭയങ്കര ടേസ്റ്റാണ്. അവിടുത്തെ സ്റ്റൈല് എനിക്ക്. പക്ഷേ ഇവിടുത്തെ എറണാകുളത്തെ സ്റ്റൈലിനെക്കാളും എൻ്റെ കോട്ടയം സ്റ്റൈലാണ് സാമ്പാറും അവിയലും ഒക്കെ ഇഷ്ടം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളിന് ശേഷം അവരുണ്ടാക്കി പണ്ട് ആഘോഷിച്ചൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇപ്പോൾ ഒരു 13 വർഷമായി. അപ്പൊ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന കാലത്തോളം ഓണം ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും സ്പ്ലിറ്റ് ആയി പോയി. എല്ലാവരും തിരക്ക് ഒരുമിച്ച്. അപ്പൊ ഇതൊക്കെ ഒരു റീയൂണിയൻ ആണ്. അപ്പൊ ഗംഭീരമായിട്ടുള്ള ആഘോഷം വരട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ, ഇതിപ്പോ ഓണം ആയതുകൊണ്ട് ഓണത്തിന്റെ കുറെ വിഭവങ്ങളാണ്. വീണയ്ക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് മത്തങ്ങയും വൻപയറും ആണ്. അപ്പൊ അതിനകത്ത് അറിയാലോ, ബേസിക്കലി അതൊരു എരിശ്ശേരിയാണ്. എരിശ്ശേരിക്ക് ഇന്ന് പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് വേറൊരു സ്പെഷ്യൽ സാധനം നമ്മൾ ആഡ് ചെയ്യും. ഈ പംകിൻ സീഡ്, അതായത് മത്തങ്ങയുടെ കുരുവാണ്. ഇതിപ്പോ സൂപ്പർ ഫുഡിന്റെ ഗണത്തിൽപ്പെടുന്ന സാധനമാണ്. അപ്പൊ ഈ എരിശ്ശേരിക്ക് 2 ടെക്സ്ചർ ഉണ്ട്. തേങ്ങയുടെ അരപ്പുണ്ട്, തേങ്ങ മൂപ്പിച്ചു വറവിലിടും. ആ വറവിലിന്റെ കൂടെ നമ്മൾ പംകിൻ സീഡും കൂടെ റോസ്റ്റ് ചെയ്ത് ഗാർണിഷായിട്ട് ഇടുമ്പം ഒരു ടെക്സ്ചർ, ഒരു ബൈറ്റ്. അപ്പൊ അതൊരു എക്സ്ട്രാ. അത് മത്തങ്ങയും മത്തങ്ങയുടെ കുരുവും സാധാരണ നമ്മൾ ഇടാറില്ല അല്ലേ? അപ്പൊ ഇത് ഇതിനകത്തൊരു ടിസ്റ്റായിട്ട് വീണയ്ക്കായിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. എന്താ ഇമ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ? ആ ഒരു രസത്തിന് എനിക്ക് കുറെ ചോദ്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ പറയാൻ. എന്താ എനിക്കൊരു അവസരം തരാതെ തന്നെ സംസാരിക്കും. ഇന്ന് എന്താണെന്നറിയില്ല ഇത്ര സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. തുടക്കം വേണ്ടാണോ? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിനെ പറ്റിയൊക്കെ സാറ് പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ അത് നടന്നോട്ടെ. അതിന്റെ കൂടെ ഞാൻ ഓളത്തിന് വരും. സോ ആദ്യം നമുക്ക് ആ മത്തങ്ങ ഒന്ന് വേവിക്കാനായിട്ട്. സദ്യ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ 2 ദിവസം പിന്നെ ഈ ഫുഡുകളായിരിക്കുമല്ലോ ഫുള്ള് വീട്ടിലോടുക. അതിനകത്ത് എരിശ്ശേരി മാത്രം മതി ചോറിനാൻ. ഒരു പ്രത്യേക ആ എരിശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കറികൾ. ഇപ്പൊ സാമ്പാർ, അതിന് പലരും അത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അതിനൊക്കെ പല ആൾക്കാരും അതിന്റെ ചരിത്രമായിട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ പല വിഭവങ്ങൾക്കും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എരിശ്ശേരി, പുളിശ്ശേരി കേരളത്തിന്റെ സ്വന്തം സാധനം. എരിശ്ശേരി വെക്കുന്ന ഈ പാത്രം ഹോക്കിൻസിന്റെ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. സോ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു. ആക്ച്വലി പല രീതിയിൽ ആളുകൾ കേരളത്തിൽ ഉണ്ടാക്കും. ഞാൻ ഇച്ചിരി മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ഒക്കെ അറിയാം, കാണാപ്പാടമാണ്. ഇവരൊക്കെ ട്രഡീഷണൽ കോട്ടയംകാരിയാണ്. പിന്നെ ഈ സദ്യയുടെ കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇതൊക്കെ അതേ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഐറ്റം പറഞ്ഞു. ബെറ്റർ ഇവിടെ പറയട്ടെ, ഞാൻ കണ്ടായിരുന്നു. അല്ലേലും അല്ല, എനിക്ക് കുഴപ്പമില്ലാണ്ട്
കുക്ക് ചെയ്യാൻ അറിയാം. അത് അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഏറ്റവും ഫേവറേറ്റ് സദ്യ തന്നാൽ, ഇപ്പൊ സദ്യയിൽ പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, അതുപോലെ ചിലടത്ത് ഓലനുണ്ടാവും, ചിലടത്ത് തീയലുണ്ടാവും, ചിലടത്ത് അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നാരങ്ങ അച്ചാറുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഈ അഭിനേതാവായതുകൊണ്ട് കേരളത്തിലുടനീളം പല ലൊക്കേഷനിലൊക്കെ പോയിട്ട് എല്ലാ സദ്യയും കഴിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഫേവറേറ്റ് സദ്യയിലെ ഡിഷ് ഏതാണ്? എനിക്ക് അവിയലാണ് ഇഷ്ടം. അവിയൽ അല്ലേ? ഞാനതല്ല പോലെ അമ്മ വെക്കുന്ന എന്റെ ചിറ്റയൊക്കെ വെക്കുന്ന അവിയല് അതൊരു പ്രത്യേക ടേസ്റ്റാ. അതിപ്പോ ഞാൻ എത്ര വീട്ടിലുണ്ടാക്കിയാലും സെറ്റ് ആവില്ല. ഇല്ല, അതിന്റെ ആ തേങ്ങയുടെ കറക്റ്റ് അരപ്പും ആ ചതഞ്ഞ് കറക്റ്റായിട്ട് മാറുന്നതും, അത് ചിലയിടത്ത് അവിയലിന്റെ ആ ഒരു നിറം പോലും മാറാൻ പാടില്ല അല്ലെ? അവര് ആ മഞ്ഞൾ ഇടുന്നതിന്റെ ഒരളവുണ്ട്. പോയി. അപ്പൊ അത് ഈ ആ കൃത്യം കണക്കില് അളവിനനുസരിച്ചിട്ട് ആ കൈപ്പുണ്യം, ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണെന്നറിയോ? അത് സത്യസന്ധമായിട്ട് കൈപ്പുണ്യമല്ല, പ്രാക്ടീസാണ്. അത് നിരന്തരമായിട്ട് ഉണ്ടാക്കി തെളിയുന്നതിനാണ് ഈ ഒരു നമ്മൾ ഒരു തുടർച്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ഉണ്ടാക്കിയാൽ കൈ വരുന്നത്, അത് കൈപ്പുണ്യമാണ്. അപ്പൊ പ്രാക്ടീസ് കൃത്യമായാൽ അത് ബൈ ഹാർട്ടായിട്ട് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇട്ടിട്ട് അവർക്ക് ഒരിക്കലും അത് തെറ്റൂല. എരിശ്ശേരി അതുപോലെ തന്നെയല്ലേ? എരിശ്ശേരി അതുപോലെയാണ്. പക്ഷെ എരിശ്ശേരി അവിയലിന്റെ അത്ര, കാരണം ഇത് ആരുണ്ടാക്കിയാലും ടേസ്റ്റ് മാറുമല്ല. പക്ഷെ അവിയലൊക്കെ തെറ്റിപ്പോവും. അവിയലിന്റെ ഏറ്റവും നല്ല രുചി ഉണ്ടെങ്കിലും പെർഫെക്റ്റ് അവിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പെർഫെക്റ്റ് അവിയലും കൂട്ടുകറിയും ആക്ച്വലി ഏകദേശം സിമിലർ ആണ്, അരപ്പ് പോലും. അവിയലിന്റെ കഷണങ്ങൾ ഉടയാൻ പാടില്ല. എന്നാൽ ഇപ്പൊ കൂട്ടുകറിയുടെ കഷണങ്ങളൊക്കെ ഉടഞ്ഞു മാറും, പക്ഷെ അവിയലിന്റെ കാണണം വിസിബിൾ ആയിരിക്കണം എവറിത്തിങ്. പക്ഷെ സെയിം ടൈം അത് ഹാർഡ് ആവാൻ പാടില്ല, എന്നാൽ തൊടുമ്പോ വേവണം. ഇതിന്റെ കൃത്യതയാണ് പെർഫെക്റ്റ് അവിയൽ. അത് എല്ലാവർക്കും പറ്റില്ല. അത് വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോന്നിനും ആദ്യം മറ്റേ ഏറ്റവും കട്ടി കൂടിയത് നെയ്യിൽ വഴട്ടും, അത് വെന്ത് ഒരു പകുതി ആകുമ്പോ അടുത്തതിടും, അങ്ങനെ അവിടെയൊക്കെ ചെയ്യുന്നത്. സത്യം. ഇപ്പൊ എല്ലാവരോടും ഒരുമിച്ച് എല്ലാം കൂടെ വാരി ചെയ്യാം. അതെ അതെ, അതാണ്. അപ്പൊ അതിനകത്ത് അവിയലിനകത്ത് ഇപ്പൊ വഴുതനങ്ങയുടെ വേവല്ല മുരിങ്ങയ്ക്ക്. അപ്പൊ ആ മുരിങ്ങയ്ക്കൊക്കെ എപ്പോഴും ഇടണം. അതുപോലെ പടവലങ്ങ എപ്പോഴാണ് വേവ്, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ഒരു മനസ്സിലാവുക. ഈ വിവിധ ഇനം ചേനയുണ്ട്, ഇതെല്ലാം ഒരുമിച്ചാണെങ്കിൽ പോലും അവരതിന്റെ ആ ഒരു കൂട്ടില് എപ്പോഴും പച്ചമുളക് പോലും കാണണം. ചിലരുടെ പച്ചമുളകൊന്നും അവിയൽ കാണൂല, കാരണം അത് വെന്തളിഞ്ഞു പോവുക. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ചില ആൾക്കാർ, അവരുടെ ആ കൈപുണ്യം, അതിനെ നമ്മൾ സമ്മതിക്കണം. ഫേവറേറ്റ് എന്താ? എനിക്കും അവിയൽ എന്ന് പറഞ്ഞൊരു സാധനം. അത് സദ്യയുടെ ഒരു പ്രത്യേകത. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ സദ്യയുടെ തൊടുകറികളെല്ലാം ഒരു സ്പൂണാണ്, പക്ഷെ അവിയൽ മാത്രം 3 സ്പൂണാണ്. അത് മാത്രമല്ല, അവിയൽ ഏറ്റവും മധ്യഭാഗത്താണ് വിളമ്പുക നിർബന്ധമായിട്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇല നമ്മൾ കഴിക്കുകയാണ്, അപ്പോൾ ഇല ഇങ്ങനെ നമ്മുടെ മുമ്പിലാണ്. ഏറ്റവും മധ്യഭാഗത്ത് അവിയൽ വിളമ്പണം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടണം ആ സാധനം മാത്രം. അപ്പൊ കൈയുടെ കൈ, അതായത് അവിയലാണ് ഏറ്റവും ഇഷ്ടം. ഇടയ്ക്ക് അതാ കൈ എത്താനുള്ള ഏറ്റവും ഈസിയസ്റ്റ്, അതായത് ഈസി ടു ഗെറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ കൈ എത്തുന്നിടത്താണ് അവിയൽ വെക്കേണ്ടത്. അത് കൂടാണ്ട് ബാക്കി തൊടുകറികളെല്ലാം ഒരു 10 ഗ്രാമിന്റെ അളവിൽ വിളമ്പിയാൽ, ഇത് 3 സ്പൂൺ 30 ഗ്രാം ഫസ്റ്റ് സെർവിങ്ങിൽ ഉണ്ടാവണം. പിന്നെ ചിലയിടത്ത് തിരുവിതാംകൂർ സെക്കൻഡ് റൗണ്ടിൽ അവിയൽ സെർവ് ചെയ്യും, വേറെ ഒന്നും ചെയ്യില്ല. അത് അവിയലിന്റെ പ്രത്യേകത കൊണ്ടാണ്. മിൽക്കി മിസ്റ്റിന്റെ കുറച്ച് നെയ്യ്, ഒരല്പം വെളിച്ചെണ്ണയുടെ ഒരു മിക്സർ, ഓക്കെ. അതിനകത്ത് നമ്മൾ സാധാരണ വൻപയർ പുഴുങ്ങി അങ്ങ് ഇടുകയാണ് ചെയ്യുക. നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം അതിനകത്ത് ഈ വൻപയർ ഒന്ന് വരട്ടിയെടുത്ത് ഒരു പൊടിക്ക് കുരുമുളക് പൊടി അതിനകത്ത് ചേർക്കും. എന്നിട്ട് ഇതിടുമ്പോൾ അതിന് ആ ഒരു പയറിന് പ്രത്യേകത ഒരു സ്വാദാണ്. യെസ്, ഞങ്ങളും മിൽക്കി മിസ്റ്റ് ഫാനാണ്. ആണോ? എല്ലാം, ഓൾമോസ്റ്റ് എല്ലാം. സോ ഇതൊന്ന് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാൻ, എന്റെ സൂര്യപുത്രിക്ക് എന്നൊരു സിനിമ അറിയാമോ? എന്താണ്? ശരിയെങ്കിൽ ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ. ശ്രീവിദ്യ മാം എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്.
ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരുപാട് നല്ല സിനിമകൾ. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഈ സിനിമയൊക്കെ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയി കണ്ട പടമാണ്. ഓക്കെ, ശരിക്കും ആ മേക്ക് ഓവർ കണ്ടപ്പോൾ എനിക്ക് ആ മിസ്സിങ്, ആ കറക്റ്റ് ആ വീണയൊക്കെ ഇരുന്ന് വായിക്കുന്ന ആ വീണയെന്ന് പറഞ്ഞാൽ അതല്ല, ആ ഒരു ഷോട്ടൊക്കെ സെയിം നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഇത് വരുന്നുണ്ട്. ഇത് ഞാൻ കുറെ നാൾ മുന്നേ ചെയ്തത് ആക്ച്വലി. അതെ, അന്ന് ആ സമയത്ത് ഭയങ്കര അത് വൈറലായി. ഇത് ശരിക്കും പറഞ്ഞാൽ വൈറലാവാൻ വേണ്ടി ഉദ്ദേശിച്ചതില്ല. എനിക്ക് ശ്രീവിദ്യാമ്മയെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെയല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ ശ്രീവിദ്യാമ്മ എന്ന് അത് പണ്ട് മുതലേ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരാൾ സംസാരത്തിനിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നീ ട്രൈ ചെയ്ത് നോക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എൻ്റെ ഫ്ലാറ്റ് വെച്ച് തന്നെ ചെയ്തതാ. പക്ഷെ നന്നായിട്ട് ആ സമയത്ത് വൈറലായി. ഇത് അന്ന് കമ്പോസ് ചെയ്ത ശാന്തി മാസ്റ്റർ എന്നെ ചെന്നൈയിൽ നിന്ന് നമ്പറൊക്കെ എടുത്ത് വിളിച്ച് വീണ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ശ്രീവിദ്യാമ്മയുടെ യാതൊരു രീതിയിലുള്ള ചായയില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ആ അട്ടയറിൽ അങ്ങനെ വരുമ്പം എവിടെയോ ഒരു എന്തോ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് ഇങ്ങനെ കാണുമ്പം കൃത്യമായിട്ട് ചില ഷോട്ടിൽ വരുമ്പോൾ അത് നമുക്ക് ആ ഫീൽ, നമുക്കിപ്പോൾ കണ്ട വീഡിയോ ആണെങ്കിൽ ഇപ്പൊ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ നമുക്ക് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അമ്മയുടെ ഇത് വെച്ച് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ മറ്റേ ഓസ്കാർ കിട്ടുന്ന ഫീലാണ്. കാരണം അത്രയും സുന്ദരിയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇച്ചിരി ലേശം എനിക്ക് ഒരു സാമ്യം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എവിടെയോ ഒരു ചായകാച്ചലുണ്ട്. സന്തോഷമാണ് സാർ. അതല്ല, ഇത്രയും വലിയ ഫേവറേറ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? അപ്പോൾ ഈ ശ്രീവിദ്യ സൂര്യപുത്രി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അമ്മയുടെ തമിഴിലെ നമ്മുടെ ചിന്ന ദളപതിയിലെ ആ ഏരിയ, ആ ഒരു അമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാനും പറഞ്ഞ പോലെ ഒരുപാട് സിനിമ ഇപ്പൊ ഇന്നലെ ആണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെന്നും കണ്ടിട്ടുള്ള ഒരു അമ്മയാണ്. ഇതിനകത്ത് ഉണ്ടാവും നമ്മുടെ വെളിച്ചെണ്ണയും നെയ്ക്കകത്തും ആ വൻപയർ ഒന്ന് വരട്ടി ഒരു പൊടിക്ക് കുരുമുളക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് ഈ ശരിക്കും അത് ചിലരൊക്കെ ഇടും, അതിപ്പോ ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പൊ ഇതൊന്ന് വരട്ടി അതിനകത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മത്തങ്ങ ഏകദേശം വെന്ത് കാണും. നമ്മുടെ വൻപയർ കണ്ടോ, അത് ജസ്റ്റ് വീണ്ടും അതൊന്ന് നമ്മൾ ബോയിൽ ചെയ്ത് വെക്കുമ്പോൾ ഇച്ചിരി വെറ്റായിരിക്കും. അതിങ്ങനെ വെളിച്ചെണ്ണയിൽ വരട്ടി പൊടിക്ക് കുരുമുളകിന്റെ ഫ്ലേവർ, അപ്പൊ ഒരു റോസ്റ്റ് ഫ്ലേവർ. ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഷിനകത്ത് ഇത് ബോയിൽഡ് ആണ്, അനദർ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് ചെയ്യുമ്പോൾ, ഇപ്പൊ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ട്രീറ്റ് ചെയ്യേണ്ട രീതി മാറ്റിയാൽ അതിന് വേറൊരു ടേസ്റ്റ് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി ബോയിൽഡ് ആണ്. അപ്പോൾ 2 ബോയിൽഡ് ആകുമ്പം ഇതിനെ ഒന്ന് ഇച്ചിരി ഒരു എക്സ്ട്രാ എഫർട്ട് കൂടെ അറ്റ് ദ സെയിം ടൈമാണ്. അപ്പോൾ ആ സെയിം ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലേവർ മാറും. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ബിഹേവ് ചെയ്യുന്നത് ആ ഓവറോൾ ഡിഷിനകത്ത് മാറ്റം വരും. ഇതൊക്കെ ഒരു സയന്റിസ്റ്റ് പോലൊക്കെ പറയുകയാണ്. ഷെഫ് പറഞ്ഞത് കറക്റ്റ് ആണ്. എനിക്കറിയാം, ഷെഫ് മനസ്സിൽ വിചാരിക്കുമ്പം ഞാൻ അവിടെ എത്തിയിരിക്കും. ചേച്ചി ഹാപ്പി ഓണം. പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല കേട്ടോ. എന്ത് പറ്റി? ഞാൻ വനജ പറഞ്ഞില്ല, അറിയോ ഷെഫിനെ അറിയാം. ഞാൻ ഇവിടെ ഒരു ഷോ തുടങ്ങിപ്പോയി. എന്ത് ചെയ്യാനാണ്, ഓരോ എപ്പിസോഡിലും വന്ന് എന്നെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഒരു ഗസ്റ്റിനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി. ഇപ്പൊ നിങ്ങളെ തന്നെ എത്ര ബുദ്ധിമുട്ടി ഇവിടെ കൊണ്ടുവന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ കൊണ്ടുവരും, അവരെ അടുത്ത് വന്ന് ഹെൽപ്പ് ചെയ്യാനും എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇവിടെ വരുന്നതാണ്. വന്ന് അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് ഇവരുടേതായ കുറെ അജണ്ടയുണ്ട്. ഇന്ന് വല്ല പരിപാടി ഉണ്ടോ? അതിനൊന്നും വന്നല്ല. ഞാൻ എന്റെ ഒരു വിഷമം, ഹാപ്പി ഓണം പറഞ്ഞിട്ട് ഞാൻ അത്ര ഹാപ്പി അല്ലെന്ന് പറയാൻ വേണ്ടിട്ടാ വന്നത്. അത്ര വിഷമം എന്റെ പൊന്നേജി, കരയണ്ട, അത്ര വിഷമമൊന്നും പറയാം. ഞാൻ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ലോൺ എടുത്തൊരു ഫോൺ എടുത്ത്, ആർക്കായാലും ഒരു ഫോൺ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? വീട്ടിൽ ചെന്നപ്പോ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ, എന്റെ ഹസ്ബൻഡിന് ഷെഫെ ഇളക്കുന്നതിനൊന്ന് കേൾക്കണേ, എന്റെ ഹസ്ബൻഡിന് ഫോണുണ്ട്, എന്റെ നാത്തൂന് ഫോണുണ്ട്. എന്തിനു പറയുന്നു, അമ്മയ്ക്ക്, എന്റെ അമ്മായിയമ്മയ്ക്ക് വരെ ഉണ്ട് ഇമാതിരി ഒരു ഫോൺ. അപ്പൊ എനിക്കൊരു ഫോൺ വേണ്ടേ? എന്റെ അമ്മയോടും എന്റെ അച്ഛനോടും എന്റെ കൂട്ടുകാരോട് സംസാരിക്കുക എനിക്കൊരു ഫോൺ വേണ്ടേ? എന്നോട് ഉത്തരം പറയും, എനിക്കൊരു ഫോൺ വേണ്ടേ? അങ്ങനെ ഈ മാക്രി ഫിനാൻസിൽ നിന്ന് ഞാൻ ഒരു ലോൺ എടുത്തു. മൈക്രോ അല്ല, ഒരു കണക്കിന് മാക്രി എന്ന് പറയാൻ നല്ലത്. കാരണം ഈ ലോൺ മുടങ്ങി ചോദിക്കും. അതോ അതെനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അന്നേരം ഈ ലോൺ എടുത്ത സമയത്ത് എനിക്ക് വരുമാനം ഇല്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. അതല്ലല്ലോ നമ്മുടെ വിഷയം. എന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനൊരു ഫോൺ എടുത്തു പോയി. അപ്പൊ ഇവര് ശല്യം, ലോൺ അടക്കി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ലല്ല, ഇവിടെ തന്നെയാ. കാരണം ഇലക്ഷന് നിന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി,
എന്തെങ്കിലും സഹായം ഉണ്ട്. ഫേസ്ബുക്കിലെ ക്ലിപ്പ് ഇടണ. അപ്പം അതുകൊണ്ടാണ് ഷെഫിനോട് ചോദിക്കാൻ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, അത് വേറെ കാര്യം. ചേച്ചിയോട് തന്നെ ഞാൻ ചോദിക്കുന്നത്. അത് അതിന്റെ ഒരു റൈറ്റ്, ഒരു 2000 രൂപ, 1ഉം 2ഉം അല്ല, വെറും 2000 രൂപ ഒന്ന് മറിക്കണം. കാരണം നമ്മൾ പരിചയം ഉണ്ടല്ലോ. അയ്യോ കേൾക്കുന്നില്ല, എന്തായിരുന്നു? നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടല്ലോ ചേച്ചി. അതുവരെ ഓക്കെ. അപ്പൊ ചേച്ചിക്ക് ഒരു 2000 രൂപ എനിക്ക് ഒന്ന് മറിക്കണം. മാതിരി ഒന്ന് മറിക്കണം. ഷെഫിനോടല്ല, ഇങ്ങോട്ട് തന്നെയാ. നമ്മള് പരിചയക്കാരില്ലേന്നു. അയ്യോ വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. ഉപ്പും മുളകിലേക്ക് എന്റെ അമ്മേ എന്തോ അഭിനയമാ. ഈ കണ്ണിക്കൂടെ നോക്കിയ ശ്രീവിദ്യമ്മ, ഈ കണ്ണിക്കൂടെ നോക്കിയ വീണ ചേച്ചി, ഈ കണ്ണിക്കൂടെ നോക്കിയ 2000 ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പറ്റത്തില്ല, കുറച്ച് പൈസ അങ്ങോട്ട് തരാനുള്ള കാരണം എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ഈ കണ്ണിക്കൂടെ നോക്കിയ ശ്രീവിദ്യമ്മ, ഈ കണ്ണിക്കൂടെ നോക്കിയ വീണ ചേച്ചി, ഈ കണ്ണിക്കൂടെ നോക്കിയ ശ്രീവിദ്യമ്മ 2000 രൂപ. ഇതൊക്കെ തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിന്റെ വേറൊരു രീതിയിലല്ലേ ഞാൻ പറയും. ഈ കണ്ണിക്കൂടെ നോക്കിയ കമൽഹാസൻ, ഈ കണ്ണിക്കൂടെ നോക്കിയ മമ്മൂട്ടി. എങ്ങനെയുണ്ട്? ഞാൻ ഇതിനെക്കാട്ടി വൃത്തിയായിട്ട് ഭയങ്കരമായിട്ട് അതേറ്റില്ല. അപ്പൊ എങ്ങനാ? എന്ത് 2000 രൂപ തരും, അതെനിക്കറിയാം. ഇനിയിപ്പം നേരിട്ട് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. എനിക്ക് നമ്മൾ തമ്മിലുള്ള അയ്യോ എനിക്ക് ജിപേ ഇല്ല. കല്ലിപ്പണ്ണ എല്ലാം പഠിച്ചിട്ട് വന്നോ വേണ്ടേ സാറ് പറ. അത് തരും, അത് തരും. ഇപ്പൊ എനിക്കൊരു സൗകര്യം തരത്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തല്ലേ തിരിച്ചു വരുമോ? എന്റെ ഷെഫാണ് സത്യം, ഞാൻ ഉറപ്പ്. ഉറപ്പേ. അപ്പൊ ഓണമാണ്, നമ്മുടെ ഉത്സവമാണ്, ആഘോഷമാണ്. അപ്പൊ ചെറിയൊരു ഗെയിമിലോട്ട് പോയാലോ ഷെഫേ? എന്താ അതിന്റെ ഇടയിൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്കറിയാലോ, ആദ്യം മത്തങ്ങ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരുന്നു. അതിനുശേഷം ഒരു പാനിനകത്ത് ബട്ടർ, വെളിച്ചെണ്ണ, വൻപയർ ഇട്ട് റോസ്റ്റ് ചെയ്ത് കുരുമുളക് പൊടി ചേർത്ത് അതിനൊക്കെ ആഡ് ചെയ്തു. അതിനകത്ത് മഷി പരുവത്തിൽ തേങ്ങയും ജീരകവും ഇത്തിരി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരച്ച് മഞ്ഞപ്പൊടിയായിട്ട് അരച്ച അരപ്പുമായിട്ട് ഇതിങ്ങനെ ദമ്മിൽ ഇങ്ങനെ 3 ലെയറായിട്ട് ഇങ്ങനെ ആവി കയറുമ്പോൾ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ ഇങ്ങനെ ആവി കയറുമ്പോൾ വീണ്ടും ഈ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് തേങ്ങാ പീര വറുത്ത് ജീരകമായിട്ട് ഇട്ടിട്ട് മത്തങ്ങയുടെ കുരു, പംകിൻ സീഡ്സ്, റോസ്റ്റഡ് പംകിൻ സീഡ് ഗാർണിഷ് ചെയ്തിടും. ഓക്കെ, അപ്പൊ നമ്മുടെ എരിശ്ശേരി റെഡി ആകുമ്പോഴത്തേക്ക് ഗെയിം റെഡി ആയിക്കോളി. അതെ, അല്ല ഈ ദമ്മെന്ന് പറയുന്നത് പച്ചക്കറിക്കും പറയൂല്ലേ? ബിരിയാണിയാണ്. അപ്പൊ ഞാൻ പ്രോപ്പർട്ടി എടുത്തിട്ട് വരാം. അതിനകത്ത് ഓണ സംബന്ധമായിട്ട് കുറെ ലോട്ടുകൾ ഉണ്ടാവും. ചേച്ചി അത് സെലക്ട് ചെയ്തിട്ട് ഏതാണോ ചേച്ചി സെലക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി ചേച്ചി പറയണം. കൊണ്ടുവന്നിട്ട് ഒന്നും പറയും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം ആ കടുവ് വറക്കുന്നതിന് മുമ്പ് അത് സെയിം പാൻ നമ്മൾ യൂസ് ചെയ്യാണ്. പാൻ നല്ല ചൂടാണ്, സ്മോക്കാണ്. നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യലിൻ്റെ ടിസ്റ്റായിട്ടുള്ള പംകിൻ സീഡ്സ് റോസ്റ്റ് ചെയ്യാണ്. ഇതിവിടെ റോസ്റ്റ് ആയതിനു ശേഷം ഇത് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് മറ്റേത് കാണിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഓക്കെ, ഷെഫേ ചേച്ചി, ഇത് ഓണ സംബന്ധമായിട്ട് കുറെ ലോട്ടുകളാണ്. അപ്പൊ ചേച്ചി ഇത് എടുക്കണം. എന്നിട്ട് ഈ നറുക്കിൽ എന്താണോ വരുന്നത് അത് ചേച്ചി ചെയ്യണം. എന്റെ തരണേ, ഞാനാ വായിക്കുന്നത് അല്ലേ? എല്ലാത്തിനകത്തും 2000 ആണോ? അല്ലല്ല, അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇളക്കുന്നുണ്ടല്ലേ. പണിയാണോ? എടുത്തോ ഒരെണ്ണം എടുത്തിട്ട് എന്റെ തരണേ. ഈശ്വരന്മാരെ, ഓണാശംസ പറയണം. വേറെ ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. ഓണാശംസകൾ പറയണം. എല്ലാവർക്കും ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതല്ല, ഇത് ലാലേട്ടൻ പറയുന്നത് പോലെ പറയണം. ചേച്ചിയെ കൊണ്ട് പറ്റും, ചേച്ചിയെ കൊണ്ട് സാധിക്കും. ഇത് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കറങ്ങി വാ. ആട് തോമ ആയിക്കോ, സ്ഫടികം ക്ലാസ് ആയിക്കോട്ടെ. പ്രോപ്പർട്ടി അല്ല, ഞാൻ 2 കൽപ്പിച്ച. ഡയലോഗ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്താ മോനെ ഷെഫേ? ഇമാതിരി പരിപാടിയൊക്കെ ഓണക്കാലത്ത് മറ്റാർക്കും ഇല്ലാത്ത ഒരു ചങ്കൂറ്റമാണ് കാണിച്ചിരിക്കുന്നത്. ആ തോളിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ. തോളിൽ ഏന്തി ലാലേട്ടനെ പറയാനുള്ളത്. നേരത്തെ ഞാൻ ഒരു നല്ല കാര്യം പറയപ്പോ ട്രോള് വരും. അപ്പൊ ഇതിനെന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫ്ലവേഴ്സിലേക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോഴേ എനിക്കറിയാം എന്തൊക്കെയോ വള്ളിക്കിട്ട് എനിക്ക് വരുന്നുണ്ടോ. ചേച്ചി ഇത് ചെയ്തല്ലോ, ആ മനസ്സാരും കാണാതെ പോകത്തില്ല. അപ്പൊ കാവ്യമാധവന്റെ സ്വരത്തില് ഒരു ഓണാശംസ. സേഫാ ചേച്ചിയുടെ കയ്യില്, സേഫാ. അത് ഫിഗർ കറക്റ്റ് ഉണ്ടല്ലോ.
ഓൾറെഡി ഇനിയും 2000 വാങ്ങിക്കാനുള്ള പരിപാടിയല്ലേ? എന്റെ ദൈവമേ, ഈ പ്രോഗ്രാം കഴിയുന്നോടി അതെ, എന്റെ അത് കാര്യത്തിനൊരു തീരുമാനമാവും. ഇല്ലില്ല, കാവ്യമാധവൻ. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതിന്റെ താഴെ കൂടെ നമ്മളിങ്ങനെ വിടും ചേച്ചി. ഞാൻ പോവാ. ഇല്ല, ഈ ഉപ്പുമുളകിന്റെ ലൊക്കേഷനിൽ കാണാനല്ലോ എനിക്ക്. ചേച്ചി പേടിക്കേണ്ട, സേഫാ. ഇതിന്റെ താഴെ കൂടെ നമ്മൾ കാവ്യമാധവൻ ഇങ്ങനെ എഴുതി കാണിക്കും. ചേച്ചി സേഫാ. നീ ഇത് കഴിഞ്ഞ് വെളിയിലോട്ട് വരുമല്ലോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അയ്യോ എന്റെ പൊന്നു കുഞ്ഞേ. ഇതും കൂടി ഉള്ളൂ. ഇത്രേ ഒപ്പിച്ചില്ല, ഇനി എന്തുവാ പാട്? ഓൾറെഡി 4000 ഒത്തില്ലേ? സുരേഷ് ഗോപി സാർ. അതും കൂടെ മികച്ചതായിരിക്കും. അതെ. ചങ്കൂറ്റം എന്ന് പറയുന്നത് വീണ ചേച്ചി. അയ്യോ അയ്യോ അയ്യോ, നിന്ന് കൊല്ലുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കണേ. വിത്ത് ആക്ഷൻ. ആക്ഷനും വേണോ? യെസ്. അതെന്താന്നറിയോ? ഓണാശംസ പറഞ്ഞില്ല. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെന്താ മേലോട്ട് പോയത്? ഞാനാ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ എനിക്ക് മേലെ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. ഉറപ്പാണ് ചേച്ചി. ആർട്ടിസ്റ്റുകളാകുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം ചേച്ചി. അത് ഇപ്പൊ ഏത് വേദിയാന്നേലും ഏത് സദസ്സിലാന്നേലും ചേച്ചി മനസ്സോട് അത് ചെയ്തു. അത് പെർഫോമൻസ്. ഇതിന് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. ഷെഫേ, ഇനി ഒരു വെറൈറ്റി പറഞ്ഞോട്ടെ. പക്ഷെ ചേച്ചിയുടെ ഈ സേഫ് ആയിരിക്കും. ഇതുപോലൊന്നും അല്ല. എന്റെ പൊന്നുമോളെ, തുടങ്ങിയപ്പോ മുതൽ നീ എന്നെ സേഫ് ആക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെയല്ല ഷെഫേ. നവരസങ്ങളിലൊന്ന് വിഷു പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വിഷു വിഷു അല്ലെന്ന് വിഷു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓണാശംസ നവരസങ്ങളില്. എനിക്കറിയാവുന്ന നവരസങ്ങൾ ഞാൻ പറയാമേ. ശരി, ഒരു മിനിറ്റ്. പടപടയെന്ന് പറയരുത്. ഇല്ലില്ല, എനിക്കിത് എടുത്തോണ്ട് വരണം. ഹാസ്യം. ഓണാശംസകൾ. ഹീമൻസം. ഓണാശംസകൾ. ശൃംഗാരം. ഓണാശംസകൾ. ശാന്തം. അത്ഭുതം. ഓണാശംസകൾ. ഷെഫ്, ഇനി ഷെഫിന് എന്തെങ്കിലും കാണാനുണ്ടോ? ഭയാനകമായാലോ? ഭയാനകം. ഓണാശംസകൾ. കരുണം. ഓണാശംസകൾ. കരുണം ഇച്ചിരി ലാഗല്ലേ? അല്ല, പക്ഷെ കൊള്ളാം. ചെയ്ത പെർഫോമൻസ് ഒന്നും ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്തതാണ്. അത്യുഗ്രനായിരുന്നു, ഗംഭീരമായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ 2000 രൂപയുടെ കാര്യം ഇങ്ങനെയാ? ഇല്ല, തരില്ല. ഒരു അതുമില്ല. അങ്ങനെ തരില്ല. 2000 അല്ലേ ഉള്ളൂ തിരിച്ചടവ്. അത് അടുത്ത 6 മാസത്തേക്കുള്ളത് വാങ്ങിക്കാനാണോ വന്നേക്കുന്നത്? അല്ലല്ല, അത് ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞു 2000 കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പറഞ്ഞു കുഴപ്പിക്കാതിരുന്നാ മതി. ഞാൻ വെളിയിലുണ്ടാവും. വേണ്ട, ഞാൻ വെളിയിലുണ്ടാവും. അതവിടെ ഇരുന്നോട്ടെ. ഞാൻ വെളിയിലുണ്ടാവും. വേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടെല്ലാം കേട്ടില്ലേ? ഇല്ല. പിന്നെ ഇതുപോലുള്ള FB പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഇനി സൂക്ഷിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സഹായം ഒന്ന് ശ്രദ്ധിച്ചോണം. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അപ്പൊ ഞാൻ പുറത്തുണ്ടാവും. അത് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ എരിശ്ശേരിയുടെ മെയിൻ ഒരു സാധനം ഇവിടെ ചെയ്തു കഴിഞ്ഞു. അതായത് നമ്മൾ ആ ദം പോലെ ഓൾറെഡി മത്തങ്ങ വെന്തു, അതിൽ പയറിട്ടു, അരപ്പിട്ടിട്ട് അനക്കാണ്ട് ഇങ്ങനെ തീ ഓഫ് ചെയ്ത് ആ സ്റ്റീമിൽ അതിങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്താണ് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും കുറച്ച് ജീരകം പൊട്ടിച്ച് ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ വത്തൽമുളകും കറിവേപ്പിലിട്ട് ഈ ചുമന്ന നിറം, അത് കരിയാനും പാടില്ല, എന്നാൽ റോസ്റ്റ് ആവുകയും വേണം. സോ അപ്പോൾ ഇങ്ങനെ തേങ്ങ നല്ല ചുമന്ന റോസ്റ്റായി. ഇതിനകത്ത് ഓപ്ഷനിലാണ്, ചിലർ ഇടും ചിലർ ഇടില്ല. നമുക്കത് കുറച്ച് ചില്ലി പൗഡർ, ഒരല്പം മല്ലിപ്പൊടി, അത് കുറച്ച് ആൾക്കാർ മല്ലിപ്പൊടിയൊക്കെ അവിടെ ഇടില്ല. ഇങ്ങനെ ചിലർ പറയും ഇത് ഇടില്ലെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എരിശ്ശേരിയുടെ ഒന്നും ഇളക്കിയിട്ടില്ല. അതേപോലെ മത്തങ്ങയുടെ മേലെ ആ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ആവിയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് റോസ്റ്റായി. യെസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച പകുതി പംകിൻ സീഡ് ഇതിനകത്ത് ഇടും, പകുതി അവസാനം ഗാർണിഷിനും ഇടും. അപ്പോൾ ഇതുകൂടെ ഇട്ടു. പകുതി നമ്മൾ മേലെ ഇതിൻ്റെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. സോ ഇത് ഒന്ന് മിക്സാക്കി. യെസ്. ആഹാ. സോ ഇനിയാണ് എൻ്റെ ഒരു സീൻ കാണാൻ പോകുന്നത്, നമ്മുടെ ആ ബിദ്ദം എരിശ്ശേരിയുടെ പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ആവിയിൽ ഇത്രയും നേരമായിട്ട് അരപ്പൊക്കെ എൻ്റെ മൊത്തം ഫ്ലേവർ ഇതിനകത്തോട്ട് ഇൻഫ്യൂസ് ആവുകയാണ്. ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒന്നും തൊട്ടില്ല. മത്തങ്ങ ഒരു സൈഡിലുണ്ട്, വൻപയർ ഒരു സൈഡിലുണ്ട്, അരപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഇളക്കണം. ഓക്കെ, യെസ്. അയ്യവാ.
അതിന്റെ ആ ഒരു ഡിഫറെന്റ് നമ്മൾ ഇതിന്റെ ഉണ്ടാക്കുന്ന രീതികൾക്ക് വീട്ടുകാരൊക്കെ വേറെ രീതിയിൽ ഉണ്ടാക്കി നമ്മളിങ്ങനെ അതിന്റെ ഒരു പ്രോസസ്സ് മാത്രമാണ് ചേഞ്ച്. അപ്പൊ ഇതിന്റെ ടെക്സ്ചറിലും കാര്യത്തിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇട്ടു. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ്. ഇത് ഇത്തിരിയാക്കി ഇനി ഇതിനകത്തുനിന്നൊരു ലേശം ഈ ഒരു പാനിനകത്തോട് ഇടുകയാണ്. കാരണം ഇതിനകത്ത് ഇത് മൊത്തം ആ വെളിച്ചെണ്ണ കണ്ടോ, ഒരു ഡ്രോപ്പ് ഇല്ലാണ്ട് അത് ഊറ്റിയെടുത്ത് വയറ്റിയെടുത്ത് ഇതും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് ആ പാൻ ക്ലീനായി കണ്ടാ. അപ്പോൾ ഇതുകൂടെ ഇങ്ങനെ വെച്ചു, ഇത് ഇളക്കി. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു നനവിൻ്റെ പരുവാണ്. അപ്പോൾ ഈ ഇത് ആ കൂട്ടുകറിയുടെ പരുവത്തിൽ ഇങ്ങനെ ഇലക്കകത്ത് വിളമ്പുന്ന ആ ടെക്സ്ചറായി. ഓക്കെ, ഇനി എന്താണ്, ഇത് അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ വീണ്ടും ഒന്നുകൂടെ ദമ്മാക്കി കുറച്ച് നേരോടെ അടച്ചു വെച്ച് ആ ചൂടിനകത്ത് ആ പച്ച അരപ്പും തേങ്ങയുടെ റോസ്റ്റും എല്ലാം കൂടെ ചേർന്ന് ഒരു സെറ്റാവും. ഓക്കെ, അപ്പോൾ എനിക്കെന്താ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയം വരെ നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്യാണ്. യെസ്, എൻ്റെ പരിപാടി കഴിഞ്ഞു. വേഗം ഇപ്പൊ ഇവിടെയുള്ള സാധനം എന്താ? ഇവിടെ LG കൂട്ടുകായുണ്ട്, വിനാഗിരിയുണ്ട്, തേങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ വെള്ളച്ചാർ അറിയോ? യെസ്, വെള്ളച്ചാർ നമ്മുടെ കോട്ടയം സ്റ്റൈൽ. അതെ, മുളക് പൊടി ഇല്ലാണ്ട് അതെ വേഗം ഉണ്ടാക്കും. അതിന് വലിയ സമയം വേണം. ഞാനിന്ന് നിങ്ങളുടെ അസിസ്റ്റന്റ് ഷെഫാണ്. എന്ത് വേണേലും. എന്റെ ദൈവമേ, ഹോ കേട്ടിട്ടില്ല. ഒരു ആദ്യം ചുമ്മാ നല്ല പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ഇങ്ങനെ സാറിന്റെ മുന്നിൽ നിന്ന് എനിക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ സാധനം കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, കണ്ടുപഠിക്കാമല്ലോ. പ്രേക്ഷകരെ, ഇതേ വീണ കോട്ടയം സ്റ്റൈൽ വെള്ള അച്ചാർ, അതും പച്ചമാങ്ങ നീളത്തിലരിഞ്ഞ്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞ്, എൻ്റെ അടുത്ത് ഉപ്പ് വാങ്ങിച്ചു, കടുക് വാങ്ങിച്ചു, ഉലുവ വാങ്ങിച്ചു, ഇഞ്ചി വാങ്ങിച്ചു, കറിവേപ്പില വാങ്ങിച്ചു, വത്തൽമുളക് വാങ്ങിച്ചു, കായം വാങ്ങിച്ചു, വെളുത്തുള്ളി വാങ്ങിച്ചു, വെളിച്ചെണ്ണ വാങ്ങിച്ചു, വിനിഗർ വാങ്ങിച്ചു. ഇത്ര ഐറ്റം വെച്ച് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. വെള്ളച്ചാർ എല്ലാവർക്കും അറിയാവുന്നല്ല. ഇതിന്റെ ഇടയ്ക്ക് നല്ല നല്ല രസകരമായ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ടാറ്റു കഥ, അതിന്റെ എന്താണ്? ഇതാണത്, മെഡിസിൻ അലർജി. അത് തന്നെ അടിച്ചു വെച്ചു. അതെ, എനിക്ക് മെഡിസിൻസ് എല്ലാം മെയിൻ. ഒരു ആക്സിഡന്റ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ തനിച്ച് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. ഇപ്പം സ്വെല്ലിങ്ങിന്, ഇൻഫ്ലമേഷൻ. ഇത്രയും ഇത് ഗജിനി ഇൻസ്പയർഡ് ആണോ? അല്ലല്ലല്ല, ഞാൻ 2 വട്ടം അത് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. വേറെ ആ മരുന്ന് ഉപയോഗിച്ചിട്ട്. ആ മരുന്നിന്റെ പേരൊന്നും പറയുന്നില്ല. അതൊക്കെ ആരെങ്കിലും എനിക്ക് എന്നിട്ട് എനിക്ക് പണിയാവുണ്ടല്ലോ. വെള്ളിമൂങ്ങ, അത് എന്തുമാത്രം ചേഞ്ചസ് കരിയറിൽ വരുത്തി? വെള്ളിമൂങ്ങയാണ് എൻ്റെ ആദ്യത്തെ മലയാള സിനിമ ഫസ്റ്റ് മൂവി വെള്ളിമൂങ്ങയാണ്. അപ്പോൾ വെള്ളിമൂങ്ങയാണ് ആക്ച്വലി ആദ്യമായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 42 മൂവി ചെയ്തു. വരവാണ് ഇപ്പോൾ ലാസ്റ്റ് ജോജുവിന്റെ ഷാജി കൈലാസാറിന്റെ പടം. അതിനകത്തൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഇനി ഒരു 2 വെള്ളിമൂങ്ങ മുതൽ വരവ് വരെ 42 മൂവീസ്, 42 പടം ചെയ്തു. അതൊരു റിമാർക്കബിൾ ആയ ഒരു അച്ചീവ്മെന്റ് അല്ലേ? അല്ല, ഈ സിനിമ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ ഇഷ്ടമുള്ളൊരു മേഖലയാണ്, വരാൻ ആഗ്രഹിക്കുന്ന മേഖലയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് എനിക്ക് ദൈവാധീനം പോലെ എൻ്റെ ചെറുതിലെ മുതലുള്ള ആഗ്രഹം ആർട്ടിസ്റ്റ് ആവണം തന്നെയായിരുന്നു. പിന്നെ സിനിമയിലേക്ക് വളരെ അത്ഭുതകരമായി തന്നെ വന്നത് മഞ്ജു പിള്ളയായിരുന്നു എൻ്റെ ക്യാരക്ടർ വെള്ളിമൂങ്ങയിൽ ചെയ്യുന്നത്. അപ്പോൾ മഞ്ജു ചേച്ചിക്ക് എന്തോ തടസ്സം കാരണമാണ് എന്നെ സെക്കൻഡ് ഓപ്ഷൻ പോലെ വിളിച്ചതാണ്. അന്നും ഞാൻ വിചാരിച്ചില്ല ഞാൻ പിന്നെ സിനിമ ചെയ്യുമെന്നോ വീണ്ടും അഭിനയിക്കുമെന്നോ. കല്യാണം കഴിഞ്ഞ് അഭിനയം നിർത്തണം എന്ന് വിചാരിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം പടപടയെന്നായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ പടങ്ങൾ വന്നതും പിന്നെ മോനിപ്പം 4ാം ക്ലാസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ബിഫോർ വെള്ളിമൂങ്ങ, ആഫ്റ്റർ വെള്ളിമൂങ്ങ, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. വെള്ളിമൂങ്ങ ഒഴികെ അത് ഫസ്റ്റ് ഡെബ്യൂ മൂവി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 41 മൂവീസിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ? അതിനുശേഷം ഞാൻ ചെയ്തതിൽ
കുണ്ടന്നൂരിലെ കുൽസുത് ലഹള സിനിമ ചെയ്തു. അതിൽ ഞാനൊരു ഫൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കളരി പഠിച്ചിട്ടുണ്ടോ? കളരി പഠിച്ചിട്ടുണ്ട് ഞാൻ. ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കളാണ്. അല്ലല്ല, ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം ഞാൻ പഠിച്ചു. ഈ ഒരു ചെറുപ്പം മുതലേ ഇപ്പം ഡാൻസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം അല്ലെ മോണോ ആക്ടിങ് ഇങ്ങനെയൊക്കെ ചെറുപ്പം മുതലേ പാഷനേറ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ നിന്ന് നല്ലൊരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ടാവണം. ആരാണ് ശരിക്കും ഇൻസ്പയർ? അമ്മ ഡാൻസർ ആയിരുന്നു. അമ്മയാണ് ആദ്യത്തെ ഗുരു. അതിനുശേഷം അച്ഛനും ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിലാണ്, അന്നത്തെ ടെലിഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ചെറിയ ഇങ്ങനെ എൻട്രി ഒക്കെ. അതിനുശേഷമാണ് പിന്നെ ചാനലുകൾ, കലാതിലകമായിരുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. അങ്ങനെ ഒക്കെ ഈ മറ്റെന്താ പറയാ, പടപടേന്നാന്ന് പറയില്ലേ, നമ്മൾ വിചാരിക്കാതെ ആയിരുന്നു എൻ്റെ ലൈഫിൽ എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. എന്ത് നടന്നാലും അതെല്ലാം നല്ലതിന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഇല്ല, ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് എല്ലാ ദിവസവും ദൈവത്തിനോട്. കോട്ടയത്തെ ഒരു വെള്ള അച്ചാർ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ മലപ്പുറത്തുള്ളവർക്ക് ഇത് അറിയുകൂടിയില്ല. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവയിട്ടു, വത്തലമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, അതിലേക്ക് പച്ചമാങ്ങ നീളത്തിൽ ജൂലിയനായിട്ട് അരിഞ്ഞതും ക്യാരറ്റ് ജൂലിയനായിട്ട് അരിഞ്ഞതുമായിട്ട് കുറച്ച് നേരം ഒന്ന് വയറ്റി, എന്നിട്ട് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഇട്ടായിരുന്നോ? കായപ്പൊടി ഇട്ടോ? LG കൂട്ടുകായം. LG കൂട്ടുകായം കുറച്ചിട്ടു. ഇനി നമ്മളൊന്ന് ലാസ്റ്റ് നോക്കിയിട്ട് ഇനിയും ബാക്കി ഇടുള്ളൂ. കുറച്ചിനി ഉപ്പ് ഞാൻ ഇടാണ്. എനിക്കൊരു പ്രശ്നമുള്ളത് എന്താന്ന് റഷീഫേ, എനിക്ക് ഉപ്പിന്റെ ഇത് എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് നിറയെ ചെറിയതായിട്ട് ഉപ്പ് വന്നാലും എനിക്ക് ഉപ്പ് ഒരുപാട് ഉള്ളതുപോലെ തോന്നും. അങ്ങനെയുണ്ട് എനിക്ക് പണ്ട് മുതലേ. അപ്പൊ ഈ LG കൂട്ട് കായപ്പൊടി ഞാൻ കുറച്ചുകൂടെ ഇടുക. കാര്യം എനിക്ക് ഇച്ചിരി കൂടെ ഇതിന്റെ സ്മെല്ലില്ലേ കായത്തിന്റെ. അത് നമുക്ക് എന്തുമാത്രം സ്പൈസ് ഉണ്ടെങ്കിലും ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു സ്പൈസ് ലാൻഡ് അല്ലേ, സുഗന്ധദ്രവ്യങ്ങളുടെ നാട് അല്ലേ, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഏലക്ക, കറുകപ്പട്ട എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ. നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഫേവറേറ്റ് സാമ്പാർ ആയിക്കോട്ടെ, രസം ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം മെയിൻ മേമ്പടി എന്ന് പറഞ്ഞ കായമാണ്. വിനീഗർ. ഓക്കെ, ഇത് നല്ല ഒരു രസമുള്ള ഒരു, ഇത് എന്ത് പച്ചക്കറി, ഇതിപ്പോ മാങ്ങയും ക്യാരറ്റൊക്കെയാണ് പാവയ്ക്കൊക്കെ ഇടും ഇതിനകത്ത്. അതെ, ഇതിപ്പോ മാങ്ങയും ക്യാരറ്റുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഈ വെള്ള നാരങ്ങ അച്ചാറുണ്ട്, അല്ലേ? അതുപോലെ ഇതിപ്പോ മാങ്ങ നീളത്തിൽ, ഇതിപ്പോ ഒരു ഉപ്പിലിട്ട പോലെ വളരെ സിമ്പിൾ. ഇതിപ്പോ കഥ പറഞ്ഞ് 1 മണിക്കൂർ ആക്കിയതാണ്, അല്ലെ 5 മിനിറ്റ് കൊണ്ട്. കാരണം ഇത്രയും വേവണ്ട, വാടിയാ മതി. ആഹാ, ഇതാണ് അതിൻ്റെ കളർ. എനിക്കിഷ്ടപ്പെട്ട ഒരു കളറും ആ ഗ്ലേസും. ഇതിങ്ങനെ ഇതൊരു കൂട്ട് പോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ ടെക്സ്റ്റ് അല്ലേ? അടിപൊളി. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അറിയില്ലേ. സന്തോഷം. ഓക്കെ, എനിക്ക് ഇനി പറയാനുള്ളത്, ഒരുപാട് കലാകാരികൾ നമ്മുടെ ഇതിലോട്ട് വരുന്നുണ്ട്. കലാകാരികളും കലാകാരും യങ്സ്റ്റർ ആയിട്ടുള്ള, ഇപ്പൊ അവർക്ക് പണ്ടത്തെ പോലെ നിങ്ങളുടെ കണക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റീല് കണ്ടാൽ പോലും അവർക്ക് വരാം. എന്നാൽ പോലും ഈ ഒരു 42 മൂവീസിന്റെ എക്സ്പീരിയൻസ്, അതല്ലാതെ വെരി ബോൾഡ് ലേഡി, ഒത്തിരി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നിലപാടുകളോടെ ആരെടുത്തും എന്തും സംസാരിക്കാനൊക്കെ ധൈര്യമുള്ള ഒരു ലേഡി എന്ന നിലയിൽ, ലേഡി ആക്ട്രസ് എന്ന നിലയിൽ ഈ പുതുതായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന കുട്ടികളോട്, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടികളോട്, ഒരു ഫസ്റ്റ് ടൈം കമ്മിങ് അല്ലെങ്കിൽ ഇതിനോട് പാഷനായിട്ട് വരുന്നവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും ഒരു അഡ്വൈസ് ചെയ്യണം. അത് അഡ്വൈസ് അതിലേക്കാണ് സാർ എത്തുന്നത്. കാരണം എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട്, ഇവരൊരു ഇപ്പൊ പ്രോജക്റ്റോ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത് ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊക്കെ ഇപ്പോഴും കാസ്റ്റിംഗ് കോളിന് ഞാൻ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്ന ആളാണ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരിക്കൽ ആ ഒരു ദിവസം വരും, അതെനിക്ക് ഭയങ്കര ഉറപ്പാണ്. പിന്നെ ഇവിടെ വരെ ഈ ഒരു വാതിൽ വരെ എത്താൻ പലർക്കും പറ്റുന്നില്ലേ, എനിക്ക് ഇവിടെയെങ്കിലും വരെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും പറ്റുന്നേ മുന്നോട്ട് പോവാൻ. സോ അതിന് ഒന്ന് കാത്തിരിക്കുക, ട്രൈ ചെയ്തോണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും. നമ്മുടെ എരിശ്ശേരി റെഡിയായി. അതുപോലെ ഫൈനൽ നമ്മൾ പറഞ്ഞൊരു സാധനം ഇടൂ. സോ ഇതിങ്ങനെ വെച്ചു. ആ വറുത്ത എരിശ്ശേരിയുടെ ആ കളർ, എനിക്ക് ഈ ഒരു കളർ എനിക്ക് നിർബന്ധമാണ്. ഇത് തീർച്ചയായിട്ടും എരിശ്ശേരി ഉണ്ടാക്കിയ ഈ ഒരു നിറം കിട്ടണം.
അല്ലേ? കറക്റ്റ്. അതിനകത്ത് മത്തങ്ങ അധികം ഇതിനകത്ത് മത്തങ്ങ വിസിബിൾ ആണ്, പക്ഷെ വളരെ സോഫ്റ്റ് ആണ്. കാരണം നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അധികം ഇളക്കേണ്ട കാര്യമില്ല. ആ സോഫ്റ്റ് നമ്മൾ സ്റ്റീമിൽ കുക്ക് ചെയ്യുമ്പം മത്തങ്ങയായിട്ട് കാണാൻ പറ്റും, എന്നാൽ കൃത്യമായിട്ട് വെന്തുണ്ടാവും. അത് മൊത്തത്തിൽ അങ്ങ് ഇളക്കരുത്. അത് നമ്മൾ കഴിക്കുമ്പോഴാണ് ആ ടെക്സ്ചർ കിട്ടിയിട്ട് ആ മധുരം ഇളക്കി കഴിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് റോസ്റ്റഡ് പംകിൻ ഇട്ടിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗാർണിഷായിട്ട് കുറച്ച് ഇങ്ങനെ എൻ്റെ മേലെ വെതറുവാണ്. ഓക്കെ, ഇതിനകത്ത് നല്ല കാന്താരിയൊക്കെ ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും. വെള്ളക്കാന്താരി, നെല്ലിക്കൊക്കെ ഇട്ടാൽ അടിപൊളിയാണ്. പലതരത്തിൽ സ്റ്റാർ ഫ്രൂട്ട് വെച്ച് ചെയ്യാം. നമുക്ക് പലതരം നമ്മുടെ ലോക്കലി അവൈലബിൾ ആയ ഈവൻ പച്ച പപ്പായ, ക്യാരറ്റ്, ഗ്രീൻ മാംഗോ അത് ചെയ്യാം. ചക്കച്ചുള വെച്ച് ചെയ്യാം. പച്ച ചക്ക, വരിക്കച്ചക്ക നല്ല വിളഞ്ഞ്, അതായത് പഴുപ്പില്ലാത്തത്, പേരയ്ക്ക, ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഭയങ്കര ഇപ്പൊ റംബൂട്ടാൻ വെച്ച് ആഡ് ചെയ്യാം, മാംഗോസ്റ്റിന് ആഡ് ചെയ്തതിനകത്ത്. അപ്പോൾ അതായത് ഒരു സ്പൈസി, ഒരു സ്വീറ്റ്, സൗർ ഒക്കെ ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഈ ടെക്സ്ചറിലാക്കിയ ഒരു റിഫ്രഷിങ് ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ട്രൈ ചെയ്യാം. അടുത്ത അപ്പൊ ഏത് ഫ്രൂട്ട് ആയിരിക്കും ട്രൈ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചക്ക പച്ച വിളഞ്ഞ ചക്ക, പക്ഷെ അധികം കുക്ക് ചെയ്ത് ഉടഞ്ഞു പോകരുത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒരു ബൈറ്റ് നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ? മനസ്സിലായി. വീണയുടെ വെള്ളച്ചാറ്, വെള്ള അച്ചാറും റെഡി. ഓക്കെ, അത് അച്ചാറിന്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LG, നമ്മൾ ഈ കായപ്പൊടി LGയുടെ ചേർക്കുമല്ലോ. എന്താ LGയുടെ ഫാനാണ് ഞങ്ങളുടെ വീട്ടില് വർഷങ്ങളായിട്ട്. LG സാമ്പാറിന് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവരും അതെ, എല്ലാ വീട്ടിൽ ചെന്നാലും എല്ലാ അടുക്കളയിലും LG കാണാൻ പറ്റും. എരിശ്ശേരി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എനിക്കതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഇത് ഈ ദം ചെയ്യുന്നതില്ല. അത് ഞാൻ ആദ്യമായിട്ടുള്ള ഒരു സംഭവം. ശരി, അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർ റെസിപ്പി ഒന്നുകൂടെ പറഞ്ഞുതരാം. മത്തങ്ങ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ സെയിം ടൈം നമ്മൾ വേവിച്ച വൻപയറാണ് ഇതിനകത്ത് സാധാരണ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പയർവർഗ്ഗം എടുക്കാം. അത് ബോയിൽ ചെയ്ത് വെച്ചിട്ട് വേറൊരു പാനിൽ ഒരല്പം നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കി അതിനകത്ത് സ്ലോ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ജലാംശം മൊത്തം ഡ്രൈ ആവുന്നവരെ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആ വെള്ളം വറ്റിയ മത്തങ്ങയ്ക്കകത്ത് ഈ പയർ അവിടെ ഉണ്ട്. അതിനുശേഷം തേങ്ങ മഷി പരുവത്തിൽ ലേശം മഞ്ഞൾപ്പൊടിയും ജീരകവും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് അരപ്പൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ്, ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാണ്ട്. അപ്പോൾ മത്തങ്ങ ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വത്തൽമുളകും കറിവേപ്പിലയും ഇട്ട് ചുമന്നുള്ളി ഇട്ട് തേങ്ങയുടെ പീര സ്ലോ റോസ്റ്റ് ചെയ്ത് ചെമന്ന നിറമാവുന്നത്, അധികം കരിയാനും പാടില്ല, അധികം പച്ചയാവാൻ പാടില്ല. അത് റോസ്റ്റ് ചെയ്ത് അതിനകത്ത് മുളക് പൊടിയും ഒരല്പം മല്ലിപ്പൊടി, അത് ഓപ്ഷണലാണ്, അത് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പംകിൻ സീഡ് റോസ്റ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ പംകിൻ സീഡ് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിൽ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് റോസ്റ്റ് ചെയ്ത പംകിൻ സീഡ് കൂടെ ഈ തേങ്ങയോടൊപ്പം ഇട്ട് ഇതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നല്ല എരിശ്ശേരി പരുവം, കൃത്യം ഉപ്പും മധുരവും അതിൻ്റെ കൃത്യമായിട്ടിരിക്കണം. അതിൻ്റെ മേലെ ആ ബാക്കി വന്ന പംകിൻ സീഡ് ഗാർണിഷായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മത്തങ്ങയും അതിൻ്റെ മത്തങ്ങയുടെ കുരു റോസ്റ്റ് ചെയ്ത ഒരു ബൈറ്റ് കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മത്തങ്ങയുടെ എരിശ്ശേരി, സ്പെഷ്യൽ എരിശ്ശേരി വിത്ത് പംകിൻ സീഡ് ട്രൈ ചെയ്യണം. നമുക്കിപ്പോൾ ഇനി ടേസ്റ്റിംഗ് സെഷനാണ്. എരിശ്ശേരി വീണ കഴിക്കുന്നു, വെള്ള അച്ചാർ ഞാൻ കഴിക്കുന്നു. ഓക്കെ ഓക്കെ. ഒന്നല്ല, ഇത് മൊത്തം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഓരോ കടിക്കുമ്പോൾ ആ ബൈറ്റ്സ് കിട്ടുമ്പോഴേ ഇതിൻ്റെ ആ വറുത്തിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഭയങ്കര രസമാണ്. നമ്മൾ തേങ്ങ മേലെ ലാസ്റ്റ് ഇടുന്ന തൂവുന്ന പോലെ തന്നെ. അതെ, ഇത് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകട്ടെ? ആർക്കെങ്കിലും ഇവിടെ വിരോധമുണ്ടോ? ഞാൻ പാക്ക് ചെയ്തെന്ന് വിടാം. ഓക്കെ, നൈസ്, അടിപൊളി, പെർഫെക്റ്റാ. ഇനി നമുക്ക് ഈ അച്ചാറോട് ടേസ്റ്റ് ചെയ്യാം. ആ കായത്തിൻ്റെ മണം മുമ്പ് നിൽക്കുന്നുണ്ട്. അടിപൊളി.
അയ്യോ എനിക്ക് അവാർഡ് കിട്ടിയ വലിയേ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ആ ടെക്സ്ചർ കാണുമ്പോൾ അറിയാം ഭയങ്കര ആപ്പറ്റൈസിങ് ആണ്. അത് കൂടാണ്ട് ഒരു റിഫ്രഷിങ്, ആ ക്യാരറ്റ് മാംഗോയുടെ ആ കോമ്പിനേഷനകത്ത് ആ കായം, വേറെ മസാലകൾ അധികം ഒന്നുമില്ല, ആ ഒരു വിനാഗിരി എല്ലാം ഇല്ലേ, അടിപൊളി. അപ്പോൾ ഇതും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജൂലിയൻ ചെയ്ത വെജിറ്റബിൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വാട്ടി LG കായക്കൂട്ട് ചേർത്ത് വിനാഗിരിയൊക്കെ ചേർത്ത ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ താങ്ക് യു. ഇത് മാത്രം പോരാ, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഒരു പാട്ട് ഇതുവരെ നമ്മുടെ ഓണമായിട്ട് പ്രേക്ഷകർക്ക് സാറേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡാൻസ് മാത്രമാണ് പ്രൊഫഷണലി പഠിച്ചിട്ടുള്ളത്. ആട്ടം ചെറുതായിട്ട് പാടുമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാം ഞാൻ അതിൻ്റെ ഓളത്തിന് അങ്ങ് കൂടെ കൊണ്ടുപോകുന്നതാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാണെ കണ്ടപാടെ നാണം കൊണ്ടേ ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാണെ കണ്ടപാടെ നാണം കൊണ്ടേ ആരോ മല മല മുട്ടിന് പൂന്തേനിച്ചാണല്ലി വിരിഞ്ഞേ ആരോ മല മല മുട്ടിന് പൂന്തേനിച്ചാണല്ലി വിരിഞ്ഞേ ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ട് സോ താങ്ക് യു വീണ. ജോക്സ് അപ്പാർട്ട്, നമ്മൾ ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനുഗ്രഹീതമായ ഒരു കലാകാരിയാണ്. അതുകൂടാണ്ട് ഉപ്പും മുളകിലൂടെ നമ്മുടെ പ്രേക്ഷകർ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് പോട്ടെ. സിനിമ അതിൻ്റെ കൂടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു വർഷം ഓണത്തിന് നമുക്കെല്ലാവരും ഒരു സ്പെഷ്യൽ ഓണമാണ്. 13 ഇയേഴ്സിന് ശേഷം ഹോൾ ഫാമിലി നിങ്ങളുടെ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ്സും ഇതിൻ്റെ സന്തോഷവും എല്ലാം കൂടെ അടുത്ത കുറേ വർഷങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കുറേ നല്ല കഥാപാത്രങ്ങളൊക്കെ തേടി വരും. അപ്പോൾ പോകുന്നതിന് മുമ്പ് LG കൂട്ടുകായത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കൂടെ തരികയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നന്ദി. അപ്പോൾ ഈ ഒരു ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ള ഇന്നത്തെ ദിവസത്തെ? താങ്ക് യു സാറിനോട് ആദ്യം താങ്ക് യു, ഫ്ലവേഴ്സിന് താങ്ക് യു. ഇപ്പം ഞാൻ ഫ്ലവേഴ്സ് ഫാമിലിയിലെ ഒരംഗമാണ്. ഒരുപാട് കാലം ആഗ്രഹം ഉണ്ടായിരുന്നു പല സമയത്ത് ഉപ്പുമുളകിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന്. വളരെ യാദൃശ്ചികമായിട്ട് ഉപ്പുമുളകിൻ്റെ ഭാഗമായി ഇപ്പം ഞാൻ ഫ്ലവേഴ്സിൻ്റെ കുടുംബത്തിലെ തന്നെ അംഗമാണ്. അപ്പോൾ ഈ ഓണത്തിന് അതും എനിക്ക് വളരെ സ്പെഷ്യലാണ്. സാറിന് നേരിട്ട് ഇങ്ങനെ സാറിൻ്റെ കയ്യിൽ നിന്നൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയത് അതും വലിയ ഭാഗ്യമാണ്. കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കിടന്ന് ഓടുന്നു മുഴുവൻ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. വേറെ ഒന്നുമില്ല, ദൈവത്തിനോട് നന്ദി മാത്രം ഓരോ സെക്കൻഡിലും. സോ ആദ്യം തന്നെ പറഞ്ഞൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ആശാട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ പറയുന്ന പോലെ തിരിച്ചു വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓണക്കൂട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.